ഇന്ന് നല്ല കിടുക്കാച്ചിൻ്റെ ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു ഞണ്ട് കുതിയനുണ്ട്. അവനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞണ്ട് വാങ്ങിച്ചത്. ബാക്കി എല്ലാ ദിവസവും ഞാൻ കഷ്ടപ്പെട്ടാണ് അവനെ ചോറ് ഇറ്റിക്കാറ്. പക്ഷെ ഞണ്ടുണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട് ചോറ് കഴിച്ചോളും. ഒരുത്തൻ മാത്രമേ ഞണ്ട് കഴിക്കാറുള്ളൂ. മറ്റവനിക്ക് ഞണ്ടൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാന്നുള്ളത് ഉമ്മാടെ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടാ. ഉമ്മ അത് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഞണ്ട് റോസ്റ്റ് ചെയ്യാട്ടാ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ചധികം ചുവന്നുള്ളി എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം എരിവിനാവശ്യമായ പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ഒന്ന് തെളിഞ്ഞു വന്ന ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചതച്ചമുളക്, മല്ലിപ്പൊടി, കറിമസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കാം. ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ച് പറ്റിയ ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടാ. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അസല് ഞണ്ട് കറിയാണ് ട്ടാ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.